ഇവിടെ മഴ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? മഴ നല്ല വിശാലമായിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് കരുതി ട്രിപ്പ് പോയിട്ട് വന്ന ഡ്രസ്സൊക്കെ കഴുകിയ സ്റ്റാൻഡ് ഞാൻ ഇവിടെ വെളിയിൽ വെച്ചിരുന്നു. ഒരിത്തിരി വെയിൽ കണ്ടിട്ട് ലഞ്ച് കഴിഞ്ഞ് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് മഴ ഇങ്ങെത്തി. ഞാൻ ഓടിപ്പോയി സ്റ്റാൻഡൊക്കെ അകത്തെടുത്തു. ആ ഡോർ അങ്ങനെ അടിച്ചടിച്ച് അതിൻ്റെ ഇടയിലുള്ള റബ്ബർ കുറച്ചിങ്ങനെ വെളിയിൽ വന്നു കേട്ടോ. കണ്ടെയ്നർ നമ്മുടെ ഇവിടെ ഒന്നും അടിഞ്ഞിട്ടില്ല, പക്ഷേ ഇത്തിരി അപ്പുറത്തായിട്ട് സംഭവം വന്ന് എത്തിയിട്ടുണ്ട്. അവരവിടെ കയറി പിടിച്ചത് കെട്ടിയൊക്കെ വെച്ചു എന്നാണ് ഞാൻ പിന്നീട് കേട്ടത്. എന്നിട്ട് ഞാൻ പോയി കിടന്നു കേട്ടോ. മഴയൊന്ന് തോർന്ന് ഞാൻ എണീറ്റപ്പോഴേക്കാണ് ആലൻ സിസിജിന്ന് വന്നത്. അവിടെയും ഇത്തിരി വെള്ളം കയറലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ആളിപ്പോഴാണ് ചോറ് കഴിക്കുന്നത്. ആലൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവിടെയും മേളത്തെ ഷീറ്റൊക്കെ പറന്നുപോയി. പിന്നെ ഒരിടത്ത് പോസ്റ്റ് ഒടിഞ്ഞു വീണു. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് പാവം. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പഴംപൊരി ഉണ്ടാക്കാനായിട്ടൊന്നും നിന്നില്ല. കുറച്ച് ചിപ്സ് ഇരിപ്പുണ്ടായിരുന്നത് എടുത്ത് രണ്ടുപേർക്കും പാത്രത്തിലിട്ട് കൊടുത്തു. ഇനി പാലും കൂടെ കാച്ചി കൊടുക്കാമെന്ന് കരുതി ഞാനും ചിപ്സാണ് ഈ വായിലിട്ട് കുറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. മന്ത് ആയതുകൊണ്ടും പിന്നെ നമ്മളിപ്പോൾ ഒരു ഫാമിലി ട്രിപ്പൊക്കെ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ബൾക്കായിട്ട് ഒന്നും ഇപ്പോൾ ഈ അടുത്തെങ്ങാനും മേടിക്കത്തില്ല. ഇത്തിരി ചെറിയുള്ളി, 2 ഓയിൽ, സൺഫ്ലവർ ഓയിലും കോക്കനട്ട് ഓയിലും വേണമായിരുന്നു. ആദ്യം ഈ ബാക്കി ചോറും കറിയൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ട് അതെല്ലാം കൂടെ ബോട്ടിലേക്ക് ആക്കാമെന്ന് കരുതി. ഓയിലിൻ്റെ കുപ്പി കഴുകണമെന്ന് ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി തീർന്നിട്ട് അത് കഴുകിയിട്ട് അതിലേക്ക് ആക്കാമെന്ന് കരുതി. ഉച്ചയ്ക്കത്തെ ചോറ് ഇനി ഇത്തിരി കൂടെ ഉള്ളൂ. അത് നിലൂന് മാത്രമേ തികയത്തുള്ളൂ. അപ്പോൾ അവന് വേണ്ടിയിട്ട് അത് ഞാനൊരു ഡബ്ബയിലാക്കി മാറ്റി വെച്ചു. മീൻകറിയുടെ ചാറ് മാത്രമേ ഉള്ളൂ. അതും ചെറിയൊരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു. ഇനിയിപ്പോൾ രാത്രിത്തേക്ക് ഗോതമ്പ് ദോശയോ മറ്റോ ചെയ്യണം. ഈ പാത്രങ്ങളും തുണിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഞാൻ ആ സ്റ്റീൽ റാക്കിലോട്ട് അടുക്കി വെക്കുന്നതല്ലാതെ ഇതൊന്നും ഉണങ്ങുന്നില്ല. അങ്ങനെ അങ്ങ് ഇരിക്കുമോ. ഇത്തിരി നേരം ഒന്ന് വെയിൽ കൊള്ളിക്കാൻ പറ്റും. അപ്പോഴേക്കൊരു ചാറ്റമഴ വരും. അതിലെല്ലാം വെള്ളം വീഴും. പിന്നെ എടുത്ത് അകത്ത് വെക്കേണ്ടി വരും. ഈ കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റിയാലേ എനിക്ക് അടുത്ത സെറ്റ് പാത്രങ്ങൾ വെക്കാൻ പറ്റത്തുള്ളൂ. കുറേയൊക്കെ ഞാൻ തുടച്ചൊക്കെ എടുത്ത് മാറ്റി. എല്ലാം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് എടുക്കുമ്പോൾ അത് പാടായിരിക്കും. നിങ്ങൾ അധികം കാണാത്ത എൻ്റെ മറ്റൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഈ കാണുന്ന ഒരു ഷെൽഫ്. ഇവിടെയും കൂടുതലും പ്രൊവിഷൻ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഏറ്റവും മേളിലായിട്ട് കുറച്ച് ഗ്ലാസ് പ്ലേറ്റ്സും കൂടി ഇരിപ്പുണ്ട്. അങ്ങനെ എൻ്റെ വൃത്തിയാക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പച്ചക്കറികളൊക്കെ എടുത്ത് പച്ചക്കറികളല്ല, തക്കാളിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിലാക്കാമെന്ന് കരുതി. ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുപ്പി കഴുകണം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത് ഞാൻ മാറ്റി ഈ ഒരു ഡബ്ബയിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഗോതമ്പ് ദോശയ്ക്ക് കറിയായിട്ട് കുറച്ച് തീയൽ ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഇനി ബാക്കി കുറച്ച് ബ്രിഞ്ചോൾ മാത്രമേ ഇരിപ്പുള്ളൂ. ബ്രിഞ്ചോൾ മാത്രം ഇട്ട് തീയലുണ്ടാക്കിയാൽ അത്ര രുചി അങ്ങോട്ടും ഉണ്ടാവത്തില്ല. കുറച്ച് പൊട്ടറ്റോയും കൂടെ വേണം. തക്കാളി ഉള്ളിയുടെയൊക്കെ കൂടെ പൊട്ടറ്റോയും ഉണ്ട് കേട്ടോ. സാധനങ്ങൾ പിറക്കി വെച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കറണ്ട് പോയി. ഇതിങ്ങനെ പോയും വന്ന് നിൽക്കുവാണ് ഇവിടെ. കുറേ നേരം ഇൻവെർട്ടറിൽ കിടക്കും. മിക്കപ്പോഴും ഇപ്പോൾ രാത്രി ഒരു 12 മണി വരെയൊക്കെ ഇൻവെർട്ടർ ഓടും. അത് കഴിഞ്ഞ് അത് നിൽക്കും. അതോടുകൂടി പിന്നെ കുറ്റാക്കൂറ്റിരുട്ടത്താണ് കിടന്നുറങ്ങുന്നത്. എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ഞാൻ ഈ ഒരു കണ്ടെയ്നേഴ്സിൽ പച്ചക്കറികളൊക്കെ ഇട്ട് വെക്കുന്നതായിരുന്നു. ആ ദിവസമാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട്. ഇതൊരു 6 എണ്ണത്തിൻ്റെ സെറ്റാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ഫ്രിഡ്ജിൽ നല്ല ഒതുങ്ങി അങ്ങിരിക്കും. ഇപ്പോൾ തൽക്കാലം നമുക്ക് 2 ഡബ്ബ മാത്രം മതി. അതിൽ തക്കാളിയും പൊട്ടറ്റോയും ഒക്കെ ഇട്ട് വെച്ചു. പച്ചമുളക് ഒരു ചെറിയ ടിന്നിലും പിന്നെ കാന്താരി മുളക് ഇരുന്ന പാത്രത്തിൽ നിന്ന് ഞാനത് മാറ്റി ഒരു കുഞ്ഞു ഡബ്ബയിലേക്കാക്കി. ഇന്ന് വൈകുന്നേരം ലോങ് വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി നാളായി ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. നിങ്ങൾ പറയുന്നുണ്ട് ലോങ് വീഡിയോ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഞാൻ എടുത്ത് കളയാന്ന്. അല്ലറ ചില്ലറ തൊട്ടുതൊടുപ്പ് പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കുക്കിംഗ് ആയിട്ട് ആകെ ചെയ്യാൻ പോകുന്നത് ഒരു തീയലുണ്ടാക്കുക മാത്രമാണ്. എന്തോ ഒരു ഐറ്റം കൊണ്ടുവന്ന ബോട്ടിലാണിത്. എനിക്ക് ആ ബോട്ടിൽ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പിന്നെ കോക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ട് അത് അങ്ങനെ ഒരു സെറ്റപ്പിൽ വെച്ചിരിക്കുക. നമ്മൾ അവിടെ ഓർഡർ ചെയ്ത കൂടെ അതിൻ്റെ അകത്ത് ഞാൻ ബനാന ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷീറ്റിന് 200 താഴെ റേറ്റ് ഉള്ളൂ കേട്ടോ. എൻ്റെ ടേബിൾ സ്ക്വയർ ഷേപ്പ് അല്ലാത്തതുകൊണ്ട് നടുക്ക് നിൽക്കുന്ന ഒരു ഷീറ്റ് മതിയെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു ഷീറ്റ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഈ 3 നട്ട്സിൻ്റെ ബോട്ടിൽ, നട്ട്സ് മുഴുവൻ എപ്പോൾ ഇട്ടാലും പിറ്റേ ദിവസം തന്നെ തീരും. ഇത് 3 കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്തതാണ്. ഈ ഇരിക്കുന്നത് കുക്കുസാറിന് മേടിച്ച ഒരു സ്ട്രോ കപ്പാണ്. ഇതിൻ്റെ സ്ട്രോ എടുത്ത് ഒടിച്ച് കളഞ്ഞ് അതിൻ്റെ അകത്ത് 2 പെൻസിൽ കയറ്റി വെച്ചേക്കുക. അങ്ങറ്റത്തിരിക്കുന്ന 2 വൈറ്റ് ബോട്ടിൽ, ഒന്നിൽ നമ്മുടെ കാന്താരിയും പിന്നെ ഒന്നിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന ചാമ്പക്കയാണ് കേട്ടോ. സിലോണിൽ നിന്ന് അച്ഛൻ എന്തോ കൊണ്ടുവന്നത് വെച്ച് ജാട കാണിക്കുന്ന ഒരു പയ്യൻ്റെ കഥ നമ്മൾ വായിച്ചിട്ടില്ലേ? അതുപോലെ ലൂക്കുട്ടൻ കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അതായത് ജെറ്റാണോ ഡ്രോണാണോ, അവൻ അതിനെ ഡ്രോൺ എന്നാട്ടോ വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് വെച്ച് ആളെ എടുക്കുന്ന പരിപാടി പോലെ ആരാടാ ഫസ്റ്റ് വിളിച്ചത്, ആരാടാ സെക്കൻഡ് വിളിച്ചതെന്നും പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് അത് പറപ്പിക്കാൻ കൊടുക്കലാണ് കുക്കു സാറിൻ്റെ പണി. അവൻ കൊണ്ടുവന്ന കുറച്ച് ചോക്ലേറ്റ്സ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഈ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് തപ്പി ഞാൻ ചെന്നപ്പോൾ അതൊന്നും പോലും ഇല്ല. അതൊക്കെ ആദ്യം തന്നെ തീർന്നേക്കുന്നു. പാലിൽ ഇടാനായിട്ട് ഹോർലിക്സും ബൂസ്റ്റും ഒന്നും ഇല്ലാത്തപ്പോൾ എൻ്റെ ഒരു പരിപാടിയാണ് കേട്ടോ ഇത്തിരി ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. എപ്പോഴും ചെയ്യത്തില്ല. സാധനങ്ങളുടെ ലിങ്കൊക്കെ ചോദിക്കാതെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു എന്ന് ഒരാൾ പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് എനിക്ക് അങ്ങനെ ആ ഒരു ടേബിൾ കണ്ടപ്പോൾ, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം വരത്തില്ലേ ടേബിൾ അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവം അല്ല എന്നൊന്ന് അറിയിക്കാനാണ് ഞാൻ അതിൻ്റെ റേറ്റൊക്കെ പറഞ്ഞത്. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം.
ഈ സ്ട്രിപ്പ് ലൈറ്റ് ഇങ്ങനെ അണഞ്ഞും തെളിഞ്ഞും ഒക്കെ വരുന്നത് കറണ്ട് പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ. പ്ലഗ് പോയിന്റ്സ് ഒന്നും നമ്മളുടെ ഇൻവെർട്ടർ എടുക്കത്തില്ല. എന്താണ് കക്ഷി കാണുന്നതെന്നല്ലേ, ഇത്ര ഉത്സാഹത്തോടെ കാണുന്നത് കുംബ്ലങ്ങി നൈറ്റ്സ് മൂവിയാണ് കേട്ടോ. ആ കണ്ണാടി നേരെ തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അത് പറഞ്ഞാലും നേരെ വെക്കത്തില്ല. അത് അവൻ്റെ ഇപ്പോഴത്തെ ഒരു ഇഷ്ടമാണ്. ആലൻ ഇപ്പം ചോറ് കഴിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇപ്പം ചായ കുടിക്കത്തില്ല. ഞാൻ എൻ്റെ ചായയെ എടുത്ത് വീണ്ടും വന്ന് മുറ്റത്തേക്കിരുന്നു. മഴയും ഇവിടുത്തെ കറണ്ട് പോലെ തന്നെയാണ്, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. ഇത് ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുന്നത് വെറുതെയാണ്, ഒരു പ്രതീക്ഷയുടെ പുറത്ത് എപ്പോഴെങ്കിലും കഴുകി കിട്ടുമെന്നുള്ളത്. ഈ മെഷീനാണെങ്കിൽ കറണ്ട് പോകുമ്പോൾ അതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. പിന്നെ ഇടി വെട്ടുമ്പോൾ ഞാൻ പോയി അതിൻ്റെ പ്ലഗ് ഊരിയിടും. പിന്നെ എപ്പോഴെങ്കിലും കറണ്ട് വരുമ്പോഴായിരിക്കും എനിക്ക് ഓർമ്മ വരുന്നത് മെഷീനിൽ തുണി കിടക്കുന്ന കാര്യം. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇടുന്ന ഷോർട്സിൻ്റെയും വീഡിയോയുടെയും ഒക്കെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇരപ്പ് പോലെ കേൾക്കുന്നത് കടലിൻ്റെ ഒച്ചയാണ് കേട്ടോ. നല്ല രീതിക്ക് തിര പൊങ്ങി അടിക്കുന്നുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഇതുവരെ എല്ലാം സേഫാണ്. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നില്ലേ, അങ്ങ് അറ്റത്തായിട്ടൊരു വീട് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നത് ഓൾറെഡി അങ്ങനെ ആയ വീടാണ് കേട്ടോ. അതിനിപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ വീഴും. അതാണ് ഞാൻ പറഞ്ഞത്. ദേ നമ്മുടെ ഈ വീടിനും ഈ ഒരു റോഡിനും അപ്പുറം ഒരു 3-4 നിര വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ തിര അടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഈ ചിരട്ടയും കപ്പും കരണ്ടിയൊക്കെ ആയിട്ട് പോവും ആ കടപ്പുറത്തിരുന്ന് കളിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ കടപ്പുറം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഇറങ്ങി നിന്നാൽ നടന്ന് ചെന്ന് തിര കൊള്ളാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. നേരെ ഇങ്ങ് ഈ ഒരു അതായത് ഈ ഒരു തിട്ടയുടെ ഇങ്ങ് അറ്റം വരെയാണ് ഇപ്പോൾ തിര അടിക്കുന്നത്. സാധാരണ ഈ കടലുകയറ്റമൊക്കെ വരുന്നത് ജൂൺ ജൂലൈയിലൊക്കെയാണ്, നമ്മുടെ മഴക്കാലം തുടങ്ങുമ്പോൾ. ഇപ്പോൾ മഴക്കാലം നേരത്തെ തുടങ്ങിയതുകൊണ്ടാവണം സംഭവം നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ താഴത്തോട്ട് ഇറങ്ങി നിൽക്കാനായിട്ടുള്ള മണ്ണ് ഇല്ല. തിര അടിച്ചിങ്ങ് നമ്മുടെ ഈ ഒരു റോഡിൻ്റെ ഈ തിട്ടയില്ലേ അവിടെ സൈഡിൽ വരെ വരും. അതിനുള്ളിൽ അടുത്ത മഴയും ഇങ്ങെത്തി. മഴ വന്ന് കരണ്ടിനെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോയി. പിള്ളേരുടെ പാൽ അപ്പോഴത്തേക്ക് തണുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അവർക്ക് 2 പേർക്കും പാലൊക്കെ ഒഴിച്ചു കൊടുത്തു. കുക്കു സാർ കളിക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ വെളിയിൽ ഇറങ്ങി. മഴ പെയ്യുമ്പോൾ ഓടി ആ കുരിശടിയുടെ ഇറയത്ത് നിൽക്കും കേട്ടോ. അവിടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഷെഡ് പോലെ കെട്ടിയായിരുന്നു. അതായത് കമ്മിറ്റി, ഞങ്ങളല്ല, പെരുന്നാൾ കമ്മിറ്റി ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മഴ വരുമ്പോൾ എല്ലാവർക്കും ഓടി ഇരിക്കാനായിട്ടൊരു സ്ഥലമായി. മൂവി തീർന്നിട്ടില്ല കേട്ടോ. ആലൻ വന്നപ്പോഴത്തേക്ക് ഒരു കവറിൽ കുറച്ച് മാങ്ങയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചായ ഇട്ടതും പാലുണ്ടാക്കിയ പാത്രവും എല്ലാം കഴുകി മാറ്റിയിട്ട് ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് ഒരു കടുമാങ്ങ അച്ചാറിട്ടെടുക്കാമെന്ന്. ഞാനങ്ങനെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് അങ്ങനത്തെ ആ ഒരു അച്ചാറ് ഞാൻ റെയറായിട്ടേ ഇടാറുള്ളൂ. പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന എൻ്റെ ഒരു തട്ടിക്കൂട്ട് അച്ചാറാണ് ഇപ്പം നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് ഒരു 3 മാങ്ങ ഞാൻ എടുത്തു. ഈ തമ്പൂരി മാങ്ങ എന്ന് പറയുന്ന സാധനം എനിക്ക് വെറുതെ പച്ചയ്ക്ക് തിന്നാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ 2 മാങ്ങ ഞാൻ മാറ്റി വെച്ചു എനിക്ക് അങ്ങനെ തിന്നാനായിട്ട്. മാങ്ങയൊക്കെ വൃത്തിയായിട്ട് കഴുകി ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ചെന്നിരുന്ന് അരിയാൻ പാകത്തിന് എടുത്തിട്ട് ഞാനും പോയി ഇരുന്ന് മൂവി കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. പക്ഷേ സിനിമ കണ്ട് അരിഞ്ഞ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടിയത് ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ കയ്യിൽ വലിയ കണ്ണാടി കുപ്പികളൊന്നുമില്ല. അതുമല്ല അത്രയ്ക്കും അങ്ങനെ നമ്മൾ കടുമാങ്ങ അച്ചാർ ഇട്ട് വെച്ചാൽ ഇവിടെ ഇരിക്കത്തില്ല, പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അരിഞ്ഞത് ഒത്തിരി കൂടിയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അപ്പുറത്തെ സേറമോളുടെ വീട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നിലു പാല് കുടിച്ചു കഴിഞ്ഞാൽ കപ്പുമൊക്കെ കഴുകി കുക്കുവിൻ്റെ ഗ്ലാസും കഴുകി വെച്ചു. ഈ ഒരു ഗ്ലാസ് ഞാൻ സത്യത്തിൽ 2 പേർക്കും വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലു ഇതിൽ കുടിക്കുന്നില്ല, അവൻ കുപ്പി തന്നെയാണ് കുടിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോഴത്തേക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. ഇതിനൊരു അടപ്പും കൂടിയുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഹോളിൽ ഒരു സ്ട്രോ ഉണ്ട്, 2 പേർക്കും ഉണ്ട്. ആ സ്ട്രോ നമുക്ക് ഇടാം. അതങ്ങനെ പൊട്ടുന്ന സ്ട്രോ ഒന്നുമല്ല, റബ്ബറിൻ്റെ പോലത്തെ ഒരു സ്ട്രോ ആണ്. അത്യാവശ്യം ചൂടൊക്കെ നിൽക്കും കേട്ടോ. അതങ്ങനെ അടച്ചു വെച്ചാൽ പിന്നെ ഇത് അവനിൽ വെക്കുകയും ചെയ്യാം. അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ 2 ഗ്ലാസ് അങ്ങനെ മേടിച്ചത് അവന്മാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മാങ്ങ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഈ അരിഞ്ഞ കുറച്ച് മാങ്ങയും ഞാൻ കൊടുക്കുന്നുണ്ട്, അവിടെ ഇവിടെയും അച്ചാറിടൽ നടക്കട്ടെ. പിന്നെ കൊണ്ടുവന്നതിന് കുറച്ച് മുഴുവൻ മാങ്ങയും കൂടെ കൊടുക്കുന്നുണ്ട്. അവർ വലിയ ഫാമിലിയാണ്, ഇത്തിരി അച്ചാറിട്ടാൽ ചിലപ്പോൾ അവിടെ തികയത്തില്ല. പിന്നീട് വേണമെങ്കിൽ അവർക്ക് ബാക്കി അച്ചാറിടാമല്ലോ. അപ്പോൾ നമുക്കിനി നമ്മുടെ അച്ചാറിൻ്റെ ബാക്കി പരിപാടികളിലേക്ക് തുടങ്ങാം. അതിനി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അരിഞ്ഞ മാങ്ങയുടെ പീസസ് എല്ലാം കൂടെ ഞാനൊരു ഗ്ലാസ് ബൗളിലേക്കാക്കി അതിലാവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ കുഴച്ച് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. എല്ലാ പരിപാടിയും കഴിയുമ്പോൾ ഇതിന് മേതിയേക്ക് നമുക്ക് താളിച്ചിട്ടാൽ മാത്രം മതി. ഞാൻ പച്ചമുളകോ വെളുത്തുള്ളിയോ ഒന്നും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചേർക്കുന്നില്ല. പച്ചമുളക് ഞാൻ അല്ലേലേ ചേർക്കാറില്ല, വെളുത്തുള്ളി ചിലപ്പോൾ താളിക്കുമ്പോൾ ഇത്തിരി ചേർക്കും. മാങ്ങ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി തീയലിൻ്റെ പരിപാടികൾ തുടങ്ങാം. അമ്മ കുറച്ച് തേങ്ങ ഇവിടെ വറുത്ത് വെക്കും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനേ ഒരു തവണയൊക്കെ പുട്ടിനും അപ്പത്തിൻ്റെ മാവാട്ടാനൊക്കെ ആയിട്ട് തേങ്ങ എടുക്കുമ്പോൾ അത് പിന്നെ ബാക്കി കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഉണങ്ങിയിരിക്കത്തില്ലേ, അത് പിന്നെ എനിക്ക് എടുക്കുന്ന ഇഷ്ടമല്ല. അപ്പം ഞാൻ വേറെ തേങ്ങയായിരിക്കും എടുക്കുന്നത്. അതെനിക്ക് ഉണക്ക തേങ്ങയാണ് എനിക്ക്. പക്ഷെ അങ്ങനെയല്ല, അത് ഡ്രൈ ആവുന്നതാണ്. ചോക്ലേറ്റൊക്കെ തിന്നിട്ട് ദേഹത്ത് മൊത്തം പറ്റിച്ച് വെച്ചിട്ടുണ്ട്. അവനും അവൻ്റെ ചേട്ടനും കൂടെ തന്നെ പോയി കഴുകാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ അകത്ത് ഇടപെടാൻ പോയില്ല. മതിയായെന്നും പറഞ്ഞ് എനിക്കും തന്നു കേട്ടോ ബാക്കി ചോക്ലേറ്റ്.
അപ്പോൾ തേങ്ങയുടെ കാര്യം, അങ്ങനെ ഉണങ്ങി ചുക്കിയിരിക്കുന്ന തേങ്ങ എന്നെക്കൊണ്ട് തന്നെ ഉപയോഗിച്ച് തീർക്കാനായിട്ടുള്ള അമ്മയുടെ പരിപാടിയാണ്. അങ്ങനെ ഇരിക്കുന്ന തേങ്ങയെല്ലാം കൂടെ എടുത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വറുത്ത് വയ്ക്കും. തീയലുണ്ടാക്കേണ്ട സമയത്ത് ഞാൻ പൊടികൾ ചേർത്തെടുക്കും. ഞാൻ മേലോട്ട് നോക്കിയതേ ചിമ്മിനി കൂടെ വെള്ളം വീഴുന്നുണ്ട്. തീ കുറച്ചിട്ട് ഇതിൽ പൊടികളായിട്ട് ഇത്തിരി മല്ലിപ്പൊടിയും സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും പിന്നെ ഇച്ചിരി ജീരകവും കുരുമുളകും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് വെക്കണം കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചിമ്മിനിന്ന് നിങ്ങളിവിടെ വെള്ളം കയറുന്നു എന്നൊക്കെ ചോദിച്ചില്ലേ, വെള്ളം ആകെ കയറുന്നത് ഇങ്ങനെയാണ്. ഈ കാറ്റിങ്ങനെ ചരിഞ്ഞടിക്കുന്നുണ്ടല്ലോ, എയർ ഹോളിൽ കൂടെ വെള്ളം ഇങ്ങനെ സ്ട്രെയിറ്റ് ഒരു ലൈൻ പോലെ ഇങ്ങനെ നേരെ അകത്തോട്ട് വന്നിട്ട് സെൻറ്റർ പോർഷനൊക്കെ എത്തുമ്പോൾ താഴോട്ട് വീഴും. സിറ്റ് ഔട്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കയറും. പിന്നെ അതുപോലെ തന്നെ മേളത്തെ ഗ്ലാസ് ഡോർ തുറന്നു കിടക്കുവാണെങ്കിൽ ആ ഒരു ഏരിയ ഫുള്ള് വെള്ളമായിരിക്കും. ആ മേലത്തെ ഗ്ലാസ് ഡോറിൻ്റെയും താഴത്തുകൂടി ചിലപ്പോൾ ഒരു ഇത്തിരി വെള്ളമൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ 2-3 റഗ്ഗൊക്കെ അങ്ങോട്ട് വിരിച്ചിടും. അപ്പോൾ അതോടെ ചെറിയ തോതിൽ നമുക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളില്ല, എന്നാലും വെള്ളം കയറായികയില്ല. പിന്നെ വേറെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തറയിലൊന്നും നമുക്ക് ചവിട്ടാൻ പറ്റത്തില്ല, ഇങ്ങനെ ഈർപ്പമായിരിക്കും. തറയും ഡൈനിങ് ടേബിളിൻ്റെ പുറത്തും എല്ലാം അങ്ങനെ തന്നെ. അവിടെ മാത്രമല്ല, നമ്മുടെ ഈ TV-യുടെ സ്ക്രീനായാലും ഇങ്ങനെ ഈർപ്പം അടിച്ച് കയറത്തില്ലേ, അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വീട് കുതിർന്നിരിക്കും. തീയലിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും 2 കാന്താരി മുളകും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പഴുത്ത തക്കാളിയും 2 പൊട്ടറ്റോയും 2 ബ്രിഞ്ചോളും കൂടെ ഞാൻ വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് പുളിയും കൂടെ ഞാൻ ദേ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളുടെ കമൻറ്റിനൊക്കെയാണ് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്തിരി റിപ്ലൈ ഒക്കെ വൈകുന്നത് ഞാൻ ഇതുപോലെ ഇവിടെ എന്തെങ്കിലും പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. ഇനി ഇത് വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാൻ. വെള്ളം തൊട്ട് കഴിഞ്ഞാൽ അരപ്പിൻ്റെയും തീയലിൻ്റെയും ഒക്കെ ടേസ്റ്റ് പോകും. ആ അരപ്പിൽ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഒതുക്കി കൊടുത്തിട്ട് വീണ്ടും വീണ്ടും അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് ദേ സെറ്റായി. ഇനി തീയൽ വെക്കാനായിട്ട് ഒരു ചെറിയ കറിച്ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇത്തിരി ജീരകവും 2-3 ഉലുവയും കൂടെ പൊട്ടിച്ചെടുക്കാം. അത് നല്ല രീതിയിൽ അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളക് അരിഞ്ഞതും കൂടി ഇടാം. പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ചെറിയുള്ളി അരിഞ്ഞതും പിന്നെ തൊട്ട് പുറകെ തന്നെ ബാക്കി പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അധികം അങ്ങനെ ഗ്യാപ്പ് ഇടേണ്ട കാര്യമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് വഴറ്റി വേവിക്കാം. മഞ്ഞപ്പൊടി ഞാൻ ഇതിലേക്കാണ് ഇടുന്നത്, അതുകൊണ്ടാണ് നേരത്തെ അരപ്പ് മൂപ്പിച്ചപ്പോഴത്തേക്ക് അതിലിടാതിരുന്നത്. ഈ പൊട്ടറ്റോ ഒക്കെ വേവണമെങ്കിൽ ഇത്തിരി നേരം ഇങ്ങനെ കിടക്കണം എണ്ണയിൽ. അപ്പോൾ അതെല്ലാം കൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഗോതമ്പ് ദോശയ്ക്കുള്ള മാവും കൂടെ കുഴച്ചെടുക്കാം എന്നാണ് എൻ്റെ പ്ലാൻ. കുറച്ച് ഉപ്പും നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞപ്പൊടി ഇട്ട് നല്ല രീതിക്ക് കുഴച്ചിട്ട് വേണമെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ ഈ എണ്ണ നല്ല രീതിക്ക് എടുക്കും തീയലിനൊക്കെ. നിങ്ങൾ ഓയിലൊക്കെ തീരെ കുറച്ചെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതങ്ങ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഗോതമ്പ് ദോശയ്ക്കായിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. ഗോതമ്പ് ദോശ പൊതുവേ കുറച്ച് ടേസ്റ്റ് കുറഞ്ഞൊരു ഐറ്റമാണല്ലോ. അതിന് ഇച്ചിരി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ, അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ ഞാൻ ഇത്തിരി പഞ്ചസാരയും ഇത്തിരി മൈദയൊക്കെ ചേർത്തിട്ടാട്ടോ എടുക്കുന്നത്. ഒരാൾക്ക് ചായയുടെ സമയം ഇപ്പോഴാണ് ആയത്. അപ്പോൾ ഞാൻ ചായ അങ്ങനെ അവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തു. ആട്ടപ്പൊടി എടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇത്തിരി കുറവ്. ഇത് അമ്മ പൊടിപ്പിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണ്. അത് ഡബ്ബയിൽ കൂടെ കുറച്ച് ഇരിപ്പുണ്ട്. അതും കൂടെ തട്ടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് നമുക്ക് അതിൻ്റെ അകത്തുനിന്നും എടുക്കാം. ഒരു അത്യാവശ്യം ഒരു 1 lakh വ്യൂസൊക്കെ വന്നൊരു ഷോർട്സിന് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. താമസിച്ച് എണീറ്റാൽ എന്താ വീട്ടിലാരും ഹെൽപ്പ് ചെയ്യത്തില്ലേന്ന്. അത് ഞാനത് ഒഫെൻസീവായിട്ട് പറയുകയല്ല, എന്നാലും അമ്മേനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ്. എന്നാലും എനിക്ക് അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് വീട് തൂക്കുന്നതും മുറ്റം തൂക്കുന്നതും ഒക്കെ അമ്മയാണ്. അമ്മേനെ കൊണ്ട് കുക്കിങ്ങും കൂടെ എനിക്ക് ചില കൊതിയൊക്കെ വരുമ്പോൾ ഞാൻ അമ്മേനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും. അല്ല എങ്കിൽ എനിക്ക് അമ്മേനെ അങ്ങനെ പണിയെടുപ്പിക്കുന്നത് തീരെ ഇഷ്ടമല്ല. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10-20 വയസ്സ് വരെ ഞാൻ ഒരു പണിയും വീട്ടിലെടുത്തിട്ടില്ല. അപ്പോഴും അമ്മ പണിയെടുത്തിന് ഇപ്പോഴും അമ്മ പണിയെടുക്കണം എന്ന് പറയുന്നത് മോശമല്ലേ? ഈ ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ അമ്മയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കിച്ചണിലെ പരിപാടി ഞാൻ തന്നെ അങ്ങ് ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു ശരി. ഈ കണ്ണാടി ഞാനിനി എവിടെയെങ്കിലും കൊണ്ട് ഒളിച്ചു വെക്കണം. ഒരു 2-3 ദിവസം എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഞാനിതൊന്ന് എടുത്ത് വെച്ചു പോയി. അന്നേരം തുടങ്ങിയതാണ് ഇത് വെച്ചുകൊണ്ടുള്ള നടപ്പ്. തീയലിൻ്റെ അകത്തെ ബാക്കി നമ്മൾ പിഴിഞ്ഞ പുളിവെള്ളവും ജാറ് കഴുകിയ വെള്ളവും ഇത്തിരി കൂടി ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് അതങ്ങ് അടച്ചു വെച്ചു കേട്ടോ. എൻ്റെ മനസ്സിലെ തീയൽ ഇതിനേക്കാളും ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. ചില സമയത്ത് ഞാൻ വെക്കുമ്പോൾ നല്ല ഡാർക്ക് കളർ ആവാറുണ്ട്. ഇതല്ല എനിക്കിഷ്ടമുള്ള കളർ, ഇതിനേക്കാളും കളറ് വേണം. അപ്പോൾ ഈ ഒരു കളറ് വരണമെങ്കിൽ നമ്മൾ അരപ്പിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ദോശയും കൂടെ ചുട്ടു തുടങ്ങാം. പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അമ്മേനെ ഈ വീഡിയോസിലൊന്നും നിങ്ങൾ കാണാനേ പോകുന്നില്ല.
അമ്മയ്ക്ക് മാത്രമായിട്ട് ഒരു വീട് സെറ്റായിട്ടുണ്ട്. അവിടെ പെയിൻ്റടിയൊക്കെ നടന്നു. അമ്മയുടെ പേരിൽ മാത്രമുള്ള വീട്. ഇത് ഞാൻ കല്യാണം കഴിച്ച് വന്ന വീടാണ്. അലൻ്റെ പേരൻസ് അലൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് പോയി നിൽക്കുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളും ബാക്കിയുള്ളവരും എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ പറച്ചിൽ കെട്ടിച്ചു വിട്ട വീട്ടിൽ ഞാൻ വന്ന് നിൽക്കുന്നത് ശരിയല്ല, അങ്ങനെയേ പറയത്തുള്ളൂ. ആൻഡ് നൗ ഷീ ഈസ് ഹാപ്പി. പെട്ടുപോയത് ഞാനാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ എൻ്റെ 1 മാൻ ഷോ ആയിരിക്കും. എന്നാലും പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ പോയും വന്ന് നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ട്രിപ്പിനൊക്കെ അമ്മ വരാതിരുന്നത് ആ വീട്ടിൻ്റെ പണിയൊക്കെ ഒന്ന് സെറ്റാക്കുന്ന എൻ്റെ ഒരു തിരക്കിലായിരുന്നു അമ്മ. ഇപ്പോൾ പെയിൻ്റടിയൊക്കെ കഴിഞ്ഞു, സംഭവം സെറ്റായി. എപ്പോഴെങ്കിലും ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ കാണിക്കാം. എനിക്ക് സമയം കിട്ടത്തില്ല തീരെ. പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ അമ്മ ഇങ്ങോട്ടേക്ക് വരുമല്ലോ. രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് പണിയൊക്കെ തീർത്തിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എനിക്ക് സ്കൂളിലേക്ക് പോകേണ്ടത്. അങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഇവിടെ എന്തായാലും അമ്മയ്ക്കുള്ളത് ഉണ്ടാവുമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് സ്വന്തമായിട്ട് എന്തുണ്ടെന്ന്. എൻ്റെ അധ്വാനം കൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് 2 വണ്ടിയുണ്ട്. ഒരു ബുള്ളറ്റും ഒരു സ്കൂട്ടി പെപ്പും. പിന്നെ കൊച്ചുപ്പയുടെ അവിടുത്തെ ഇലക്ട്രിക് സ്കൂട്ടി എൻ്റെ പേരിലിരിക്കുന്നതേ ഉള്ളൂ, അത് അവർ തന്നെ എടുത്തതാണ്. സ്വന്തമായിട്ട് 3 അംബാസഡർ കാറുകളുണ്ടെന്ന് അസിൻ പറയുന്ന പോലെ സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ പേരിൽ 3 RC ബുക്കുണ്ട്, 3 വണ്ടികളുണ്ട്. സ്കൂട്ടി പെപ്പും ഞാൻ ഇതുപോലെ എൻ്റെ സേവിങ്സ് വെച്ചിട്ട് ഒരു 25K ഡൗൺ പേയ്മെൻറ്റും ചെയ്ത് EMIയിൽ മേടിച്ചതാണ്. ബുള്ളറ്റ് ഞാൻ അല്ലാണ്ട് തന്നെ സേവിങ്സ് കുറച്ച് ഉണ്ടാക്കിയിട്ട് അലൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചതാണ്. പിന്നെ ഈ സിബിൽ സ്കോറിൻ്റെ അങ്ങനെ എന്താണ്ടൊരു ചെറിയൊരു പ്രശ്നം വന്നപ്പോഴാണ് അവിടുത്തെ ഇലക്ട്രിക് എൻ്റെ പേരിൽ എടുത്തേക്കുന്നത്. അതിൻ്റെ EMI ഞാൻ വഴി കൊച്ചുപ്പ തന്നെയാണ് അടയ്ക്കുന്നത്. നിലു രാത്രി കുറച്ചു നേരം ഉണരാതെ ഉറങ്ങണമെങ്കിൽ അവന് നല്ല രീതിക്ക് കുറച്ച് ചോറ് കൊടുക്കണം. ഗോതമ്പ് ദോശയ്ക്കാണെങ്കിൽ അവൻ കുത്തിപ്പറക്കിയിട്ടിട്ട് അങ്ങ് പോകും. ഞാൻ അവന് ചോറും പിന്നെ തീയെല്ലാം 2-3 ഉരുളക്കിഴങ്ങും 2-3 പീസ് വഴുതനങ്ങയും തക്കാളിയൊക്കെ കൂടിയിട്ട് കുഴച്ച് ബാക്കിയുണ്ടായിരുന്ന ചോറ് അവന് എങ്ങനെയെങ്കിലും കൊടുത്തു. ഇനി കുക്കു സാറിനും എനിക്കുമായിട്ട് ഗോതമ്പ് ദോശ. അവന്മാരവിടെ കാർട്ടൂണും കണ്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ. പിന്നെ എനിക്കിന്ന് ചെറിയൊരു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ വരും. ഈ വാലി മൂവിയില്ലേ, അജിത്തിൻ്റെ ഡബിൾ റോളുള്ള ആ ഫിലിം കാണണമെന്നൊരു മോഹം. അങ്ങനെ ഞാൻ റിമോട്ട് മേടിച്ചു, ആ മൂവി ഇട്ടു. 2 പേരും ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞല്ലോ, ഇനി 2നെയും കൂടെ കിടത്താം. അങ്ങനത്തെ ഫിലിമൊക്കെ ഇടുമ്പോൾ ഇവർ കാണത്തില്ല, ഇവരുടെ ഇൻട്രസ്റ്റ് പോയിട്ട് അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിക്കോളും. അങ്ങനെ ഞാനും ദേ കുക്കുവും കൂടെ ഗോതമ്പ് ദോശ കഴിച്ചു. ഇതിനിടയിൽ ഫിലിം നടക്കുന്നുണ്ട്. സൗണ്ടിൽ ചെറുതായിട്ട് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മൂക്ക് 3 ദിവസമായി അടഞ്ഞിട്ട് ഒരനക്കവുമില്ല. സൈനസ് പ്രശ്നമായി എന്നാണ് തോന്നുന്നത്. ഈ ചാറ്റ മഴയൊക്കെ കൊണ്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിലുവിനുള്ള അമൃതം കൂടെയാണ് ഈ കാച്ചി വെക്കുന്നത്. ഇതിൽ ഉപ്പും പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ദൈവന്മാർക്ക് കിടക്കാനായിട്ട് പായയൊക്കെ വിരിച്ചു. നിലു ഉണർന്നിരിക്കുകയാണെങ്കിൽ ബിഗ് ബോസിലൊക്കെ കൊടുക്കുന്ന ടാസ്ക് പോലെയാണ് ഇവിടെ പാവിരിക്കുന്നത് കേട്ടോ. ആ ഒരു ജന്മം ഉണ്ടെങ്കിൽ അവൻ സമ്മതിക്കത്തില്ല. പിന്നെ അവസാനം പൂട്ടിക്കെട്ടി വെച്ചിട്ടാണ് ഒരുവിധം ഒന്ന് വിരിച്ചത്. പാമ്പേഴ്സ് ഇടുന്നില്ല എന്നും പറഞ്ഞു നിന്നു. പിന്നെ ഞാൻ അവസാനം കുക്കുവിനെ വിളിക്കും, കുക്കുവിന് പാമ്പേഴ്സ് ഇട്ട് തരാമെന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങ് വരും. നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട തുണിയുടെ കാര്യമല്ലേ, അത് അവിടെ തന്നെ കിടക്കും. കറണ്ട് ഇല്ല, ഇപ്പോൾ ഇൻവെർട്ടറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ മറ്റോ കഴുകാം. അപ്പോൾ ഗുഡ് നൈറ്റ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.